18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. സാറേ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശശികലയാണ് സാറേ. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മൾ 450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് ഈ നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ ഈ കൊല്ലം ഭാര്യയാണ് ഇവിടെ എന്നാ പറയുന്നത്. ഇതെന്തോന്ന് കേക്കണം. നമ്മുടെ കൊല്ലം സുധിയില്ലേ, കൊല്ലം സുധീരെ ഭാര്യയുടെ അണുവിനെ കുറിച്ചാണ് പറയണത്. അവരുടെ ട്രോളൊക്കെ ഞാൻ കണ്ടായിരുന്നേ. നല്ല കഴിവുള്ള സ്ത്രീയാണെന്നൊക്കെ കേട്ടായിരുന്നു. പക്ഷെ നമ്മളിതൊരു ഷോർട്ട് ഫിലിം ഒന്നും കണ്ടില്ലല്ലേ. നമ്മൾ കണ്ടാലോ? ആ തന്നെ ഇറങ്ങിയാ കാണാം. ഹായ് ഗൈസ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കയറി വരണവരെ വെറുപ്പിക്കും. നമ്മൾ ഷോർട്ട് ഫിലിം കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേട്ടാ. സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, എനിക്കും കൂടെ താ. നമ്മൾ എൻജോയ് ചെയ്ത് ഷോർട്ട് ഫിലിം കാണാൻ പോവുകയാണ്. അപ്പം ഇത്രയും നല്ലൊരു ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കാണാണ്ടിരുന്നത് പിന്നെ അത് വെറും മോശമാണ്. അഭിനയത്തിലൊക്കെ മികവ് തെളിയിച്ച ഒരു കുട്ടിയാണ്. ഷോർട്ട് ഫിലിം കാണാം. ഓക്കെ. തനിമയുള്ളൊരു വീട്. വന്ന് ടെറസൊക്കെ ഇട്ട് വീട്ടില് തോർത്തൊക്കെ കൊടുത്തോണ്ട് നിൽക്കുന്നു. നല്ല കോസ്റ്റ്യൂം. തോർത്താണ് അത്. തോർത്ത്. രാജിമോളെ, അച്ഛനാണ് എന്നെ ഒന്ന് തട്ടിത്തരുവോ? എന്റെ ശരീരത്തിന് വല്ലാത്ത വേദന. വല്ലാത്ത വേദന. അടിക്കാൻ പോണോ? എനിക്ക് പറ്റില്ല. അച്ഛനിപ്പോ പഴയ ആളല്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശ്രീ വരട്ടെ, തീരുമാനിക്കാം. രോമാഞ്ചം. എന്നാലും ആ പറച്ചില് കേട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പാപ്പൻ എന്തോ കടിയുണ്ടെന്നാണ് തോന്നണം. അമ്പലത്തിലാണ്. മുഖം അങ്ങനെ ഇരിക്കുന്നു. അതങ്ങനെ വെച്ചേക്കണേണ് ആ കുട്ടി. അവര് സായിബാവാണെന്ന് തോന്നുന്നു. ഇതേ സെറ്റ് സാരി. കാല് വഴുതും കുട്ടി. അന്ന് അപ്പാപ്പായി കാല് കഴുകാൻ പോലും സമ്മതിക്കൂല. എനിക്ക് ഒന്ന് അവരെ ഭർത്താവിന്റെ അച്ഛനായിരിക്കും. കണ്ടുപിടിച്ച് പോണ്. ഓടിയാ. അച്ഛൻ കാല് കാണാനല്ല വന്നത്. പക്ഷെ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടുള്ളത് പറയാലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടു. ഇതിനിടയിലെ ഉള്ളായിരുന്ന വിളക്ക് അപ്പാപ്പന്റെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. സ്റ്റൈല് ഞാൻ ഇങ്ങനെ കാണിക്കട്ടു. കള്ള് ഷാപ്പ്. കഞ്ഞിവെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, എനിക്ക് വയ്യ. വന്ന് എന്നൊരു ചിരി നോക്കും. ബ്ലഷ് വന്നിരിക്കണമെങ്കിൽ ട്രെയിൻ ചാടി ചാവാൻ പോവേണോ? അപ്പൂപ്പൻ ചാവാൻ പോണെന്നാണോ ടെൻഷൻ? മോൻ വരണേന്റെ. മോ വന്നാ പരിപാടി ഒന്നും നടക്കൂല. കഷ്ടപ്പാട്. അയ്യോ. ശ്രീ വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും. അടിക്കാൻ പോണ കിളവനെ ഇന്ന് മിക്കവാറും തല്ലി കൊല്ലും. തൂക്കാൻ പോണത് എന്റെ സ്റ്റൈൽ. അത്രയും മിറ്റം ഒഴിഞ്ഞു കിടക്കണ്. എന്നിട്ട് നടുക്കൂട്ട് വന്നിട്ട് ചവറില്ലാത്ത സ്ഥലം. അതെങ്ങനെയാണ് തൂക്കണത്? ആ ചവറിന അങ്ങോട്ട് വാരി എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പോഴത്തോട്ട് തൂക്കാം. സ്ത്രീയുടെ എൻട്രി ആണ് ഗായ്സ്. ഇനി ഇപ്പൊ ഇവിടെ അടിയൊക്കെ നടക്കും. ശ്രീ വന്ന്
വന്നു. എന്തൊരു ഉഷാറില്ലാത്ത ചത്ത പോലെ പോണു. ഒരു ഉന്മേഷം ഇല്ല ശ്രീക്ക്. എന്ത് പറ്റി? പ്ലോട്ട് മാറാണ്, വേറെ ഏതോ ഒരു സ്ഥലം. എങ്ങനെയുണ്ട് മേനോനെ? മനസ്സ് ശാന്തമല്ലേ? മനസ്സ് ശാന്തമാ വൈദ്യരെ. ഇത് കഴിക്ക്. ശരിയാണ്, മോൻ വന്നത് കൊണ്ടാണ് മനസ്സ് ശാന്തമായത്. അതുവരെ കൊള്ളായിരുന്നു. ചെറിയൊരു അസുഖം. അച്ഛനിപ്പോ ഓക്കെയാണ്. കൃഷ്ണൻ വൈദ്യൻ വിളിച്ചിരുന്നു. അച്ഛൻ പാവമല്ലേ? നമ്മൾ അച്ഛനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനൊരു ഭ്രാന്തനായി മാറില്ല. കാമപരാന്തൻ. ഓ, അത് മുഖത്തിന്റെ ഒരു എന്തൊരു എക്സ്പ്രഷൻ അല്ലേ. ഇതേത് വീട്? ഇത് മറ്റേ വൈദ്യന്റെ വീട്. ഓ ഓ ഓ, അതിന് മനസ്സൊക്കെ മനസ്സ് ശാന്തമാവാൻ ആ ഞരമ്പിന്റെ അസുഖം യോഗ യോഗ ചെയ്യണതാ. നോക്കട്ടെ യോഗയുടെ ശക്തി എങ്ങനെയുണ്ടെന്ന്. എന്തുവാ വടി പോലെ ഇരിക്കണത്? ഇപ്പൊ തുടങ്ങും. സ്വന്തം ആത്മബലം കൊണ്ട് മനസ്സും ശരീരവും താങ്കൾ നിയന്ത്രിച്ച് നിർത്തണം. ഏവൂർ ഭഗവാൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ. താങ്കൾ ഇങ്ങനെ നിക്കണത് കേട്ടാ. പോയി കളവൻ. അങ്ങനെ കാമപരാന്തെല്ലാം ചികിത്സിച്ച് ഞരമ്പ് രോഗമൊക്കെ മാറ്റി വിട്ട് വീണ്ടും കിളവനെയും മാമിയെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ശ്രീ തിരിച്ചു പോവുകയാണ്. ഇതാണ് ഷോർട്ട് ഫിലിം. ഓ, ഇതാണ് ഷോർട്ട് ഫിലിം. അവസാനം ആ വിളക്ക് കാണിച്ച എന്തിന്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതുപോലെ അമ്മായച്ചന്മാർക്ക് ഇതുപോലെ ഞരമ്പ് രോഗം ഉണ്ടെങ്കിൽ ചികിത്സിച്ച് മാറ്റാം. അതാണ് അങ്ങനെ ഒരു മെസ്സേജാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോഴേ അല്ല, നമ്മുടെ ഷോർട്ട് ഫിലിമിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൂപ്പന്റെ യോഗ, അതാണ് പ്രധാനമായിട്ടും. പിന്നെ അതുപോലെ രേണുവിന്റെ ആ ഭാവങ്ങളൊക്കെ, അത് നമ്മൾ ശരിക്കും അത് നമ്മൾ കണ്ട് പഠിക്കണം. നമ്മൾ പഠിച്ച് നമ്മൾ ഒരു വട്ടം ഷോർട്ട് ഫിലിം കണ്ട് രണ്ടാമത്തെ തൊട്ടിനി കാണൂല. അതെങ്ങനെയാണെന്ന് ഇനി ഞാൻ കാണാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ കോമഡി പീസുകൾ കാണാതിരിക്കാനും പറ്റൂല. നോക്കട്ടെ. മരിക്കുന്നു. ഓ മൈ ഗോഡ്. അതിൻ്റെ ഇടയിൽ ഉമ്മാക്കൂടെ ഒരു റോള് കൊടുക്കോ?